അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് അൽഹംദുലില്ലാ സുഖം. എൻ്റെ കാര്യം അറിയാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. വിയർക്കുന്ന മക്കളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്കിട്ട് ഉള്ള കാര്യമാണ് പറയുന്നത്. മസ്റൂറ മോള രണ്ടാമത്തെ നാത്തൂനാണ് നോക്കിയത്. രണ്ടാമത്തെ വിവാഹത്തിലെ രണ്ടാമത്തെ നാത്തൂനാണ് നോക്കിയത്. കാരണം അവിടെ 2 പെൺകുഞ്ഞുങ്ങളുണ്ടപ്പം അവൾ നല്ല സുഖമായിട്ട് അവരുടെ കളിച്ച് അവൾക്ക് പിന്നെ ഉമ്മായും ആ 2 മക്കളും വേറെ ആരെയും അവൾ വാപ്പാ കാര്യം ഒന്നും വിളിച്ചിട്ടില്ല. അങ്ങനെ മസ്റൂറ മോള് കുറച്ച് ദിവസം നടന്നിങ്ങനെ പോയി. പിന്നെ നമ്മളൊരു വാഗണർ വണ്ടി ഇറക്കി. സ്വർണം കൊണ്ടുചെന്ന് 15 പവൻ കൊണ്ടുചെന്ന് പണയം വെച്ച് ഒരു വസ്തു മേടിക്കാൻ നിന്നപ്പോൾ അത് പറ്റിയില്ല. അങ്ങനെ നമ്മളൊരു വാഗണർ വണ്ടി ഇറക്കി 1,50,000 രൂപ ഇട്ട് രണ്ടാമത്തെ കല്യാണത്തിന് 15 പവനായിരുന്നു. അപ്പോഴേ അത് പണയം വെച്ച് ഇദ്ദേഹം പറഞ്ഞ് CC 9,800 രൂപയായിരുന്നു. അങ്ങനെ അടയ്ക്കാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു CC സഹോദരനാണ് അടച്ചത്. ബാക്കി അങ്ങോട്ട് അടച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ കയറിപ്പോണതിൻ്റെ തലേന്ന് നോക്കിയപ്പോൾ പ്രഗ്നൻ്റാണ്. 28 ദിവസമാണ് നമ്മൾ ഒരുമിച്ച് ജീവിച്ച്. അദ്ദേഹം ഗൾഫിൽ പോയി. മുഷ്താഖ് മോനെ പ്രഗ്നൻ്റായി. അപ്പോൾ ഇവിടെ വെഞ്ഞാറമൂട് ഗോകുലത്തിലാണ് നമ്മൾ കാണിച്ചത്. ഗോകുലത്തിൽ കാണിച്ച് 3 മാസക്കാലം അവിടെ കാണിച്ച്. അപ്പോൾ മസ്റൂറ മോള് 2.25 വയസ്സ് കഴിഞ്ഞപ്പോൾ അങ്കമാടി കൊണ്ടാക്കി. അവിടുത്തെ കല്ലറ തന്നെ അങ്കമാടി കൊണ്ടാക്കി. അവിടെ നിന്ന് പഠിച്ച് മസ്റൂറ മോള് ബാക്കി കാര്യങ്ങളെന്നോ ഭയങ്കര കരച്ചിലും കാര്യമൊക്കെ ആയി. പിന്നെ മാമിയും കാര്യങ്ങളും എല്ലാവരുമൊക്കെ നോക്കാനുള്ളതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല. നാത്തൂൻ്റെ മക്കളൊക്കെ തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മുഷ്താഖ് മോനെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പിന്നെ എനിക്ക് ചെറിയൊരു തൈറോയിഡിൻ്റെ ആരംഭം ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെ വെഞ്ഞാറമൂട് ഗോകുലത്തിൽ നിന്ന് നമ്മൾ കാണിച്ചിട്ട് ഇവിടെ എൻ്റെ വീട് പാരിപ്പള്ളിയല്ലേ. അപ്പോൾ പിന്നെ പാമ്പറത്ത് ESAയിലാണ് കാണിച്ച് ചെക്കപ്പൊക്കെ കാണിച്ചിട്ട് നിന്നത്. പിന്നെ തൈറോയ്ഡ് അങ്ങ് മാറി. അപ്പോൾ പറഞ്ഞ് പ്രഗ്നൻസി കാലം മൊത്തവും കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ തൈറോയ്ഡൊക്കെ മാറി. മസ്റൂറ മോള് ഞാൻ ഇവിടെയാണ് കൂടുതൽ നിന്നത്. എൻ്റെ ഈ വീട്ടിലാണ് കൂടുതൽ. അദ്ദേഹം ഹൗസ് ഡ്രൈവർ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് പേരൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം നമുക്ക് ശത്രുതയൊന്നും ആരുടെ ഇല്ല. ആദ്യത്തെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ പേരും പറയുന്നില്ല. എൻ്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. എന്നെ ആരാണ് കെട്ടിയോന്നോ എന്താണെന്നോ അവരെക്കുറിച്ചൊരു പരദൂഷണമോ ഒന്നുമില്ല. എനിക്കുണ്ടായ അനുഭവം, എൻ്റെ കുട്ടിക്കുണ്ടായ അനുഭവം. അങ്ങനെ മസ്റൂറ മോള് അവിടെ നിൽക്കൂല. അവൾക്ക് ഇവിടെയാണ് ഇഷ്ടം. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. ഇവിടെ ഉമ്മായും വാപ്പായും സ്നേഹിക്കുന്നതിൻ്റെ അത്രയും എനിക്ക് പ്രഗ്നൻസി കാലഘട്ടമല്ലേ, ഛർദിലും കാര്യങ്ങളും. അങ്ങനെയായി മുഷ്താഖ് മോനെ ഒരു നോമ്പ് സമയത്ത്, ഒരു സുന്നത്ത് നോമ്പ് സമയത്താണ് മുഷ്താഖ് മോനെ എനിക്ക് മസ്റൂറാൻ്റെ നേരവും മരിച്ചുപോയ കുട്ടീൻ്റെ നേരവും പെയിൻ വന്ന് പ്രസവിക്കുകയാണ് ചെയ്തത്. പക്ഷേ മുഷ്താഖ് മോൻ്റെ നേരത്ത് ലീക്കിങ് ആയിരുന്നു, അറിഞ്ഞില്ല. പക്ഷെ അതെന്താണെന്ന് അറിയാനില്ല. അന്ന് ഉമ്മ റബ്ബർ വെട്ടാൻ ഇറങ്ങിയ സമയമാണ്. അപ്പോഴും ഉമ്മ പോയി. അങ്ങനെ മാമി വിളിച്ച് പറഞ്ഞു. ഉമ്മയെ അപ്പം തന്നെ മാമി ഫോൺ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വന്ന് ലേബർ റൂമിൽ കയറ്റി. ഇവിടെ പാമ്പറത്ത് ESA തന്നെ. മസ്റൂറ മോള് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മോൾക്കും പനിയും ജലദോഷവും കാര്യവും കെയർ ചെയ്യാനും പറ്റണില്ല. പൊന്നിന് ഒന്നിനും പറ്റുന്നില്ല വെളിയിൽ. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മറ്റേ വാർഡിലൊക്കെ ആകുമ്പം അതിൻ്റെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ കാത്ത് നിൽക്കണം. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. വാപ്പാക്ക് അന്ന് രോഗങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പോഴും കാക്കച്ചി ഗൾഫിലാണ്, കല്യാണം കഴിഞ്ഞിട്ട് കയറിപ്പോയി. അപ്പം നാത്തൂനും പ്രഗ്നൻ്റാണ്. 5 മാസം പ്രഗ്നൻ്റാണ് അവൾ. അങ്ങനെ അന്ന് പിന്നെ നാത്തൂനൊക്കെ വന്ന് അന്നൊരു നോമ്പായിരുന്നു. നാത്തൂനൊക്കെ നോമ്പുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം പൊട്ടിപ്പോയി സിസേറിയൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടൂല എന്ന് ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നമുക്ക് ഇത്ര സമയം വരെ നോക്കാം. അതാ ബാങ്ക് കേൾക്കുന്നതിന് തൊട്ട് മുന്നേ മുഷ്താഖിനെ ഞാൻ പ്രസവിച്ച സമയത്ത് ഡോക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വന്ന് അതിൻ്റെ മോൻ്റെ തലയിൽ ഇങ്ങനെ ഇവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു. വന്ന് പ്രസവിച്ച് കാര്യങ്ങൾ എടുത്ത് മോനാണെന്നറിഞ്ഞ് അന്നേ എൻ്റെ നാത്തൂൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹമ്മദ് മുഷ്താഖ് എന്ന് പേരിടണം. കാരണം നാത്തൂന് 2 പെൺമക്കളാണ്. അതുകൊണ്ട് നൗഷാദ് ബാക്കവീര മോൻ മരണപ്പെട്ടില്ലേ, അന്നേ നാത്തൂൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മസ്റൂറ മോള് അറിയില്ലല്ലോ, 2.25 വയസ്സാണ് അവൾക്ക്. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് അവൾ ഇതിൻ്റെ അറ്റത്ത് ചാടുകയും മറിയുകയും ഒക്കെ ചെയ്തില്ലേ. ഇതെടുത്ത് വന്ന് മുഷ്താഖ് 2.5 വെയിറ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞ് ആളായിരുന്നു, കുഞ്ഞു മുഖമായിരുന്നു. അങ്ങനെ എടുത്ത് ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞ് അവൻ്റെ ഉപ്പ വിളിച്ച് ഭയങ്കര സന്തോഷം. ഉപ്പ ഗൾഫിലല്ലേ, ആൺകുഞ്ഞാണ്. അപ്പോഴും നാത്തൂൻ തന്നെ അന്ന് പറഞ്ഞ പേര് തന്നെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാവുമ്പോൾ പ്രസവിക്കുമ്പോൾ ഡിസ്ചാർജ് വരുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും.
അപ്പോഴും ഉപ്പാൻ്റെ ആഗ്രഹപ്രകാരവും നാത്തൂൻ്റെ ആഗ്രഹപ്രകാരവും ആ പേര് തന്നെ ഇട്ട് അൽഹംദുലില്ലാ റാഹത്തായി. പ്രസവമൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് വന്ന് അനിയനും ഉണ്ട്. അപ്പോഴും അനിയൻ മസ്റൂറായെ നോക്കിയോളും. മസ്റൂറാക്ക് ഇതിനെ കണ്ടപ്പോൾ കണ്ണി കുത്തി നോക്കൽ കാര്യങ്ങളും ഒക്കെ. അങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. നമ്മൾ 28 ദിവസം മാത്രമേ ഞാനും എൻ്റെ ഇക്കായും ഒരുമിച്ച് ദാമ്പത്യ ജീവിതം ജീവിച്ചിട്ടുള്ള ആ ഒരു സമയത്ത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അള്ളാ വഴിയെ പറയാം. അങ്ങനെ മസ്റൂറ മോള് ഇത്തിക്കൂടെ ആയപ്പോഴത്തേക്ക് മുഷ്താഖ് മോൻ ചിരിയൊക്കെ തുടങ്ങി. 40ഒക്കെ എല്ലാവരും വന്ന് 2 ഫാമിലിയും വന്ന് നല്ല രീതിയിൽ 40ആയിരുന്നു. കാരണം വെച്ചാൽ അവരെ ആദ്യത്തെ വിവാഹം പോലെയായിരുന്നു ഇത്. മറ്റത് അങ്ങനത്തെ ഒരു വിവാഹം അല്ലാത്തത് കൊണ്ട് ഈ വിവാഹം അടിപൊളിയായിട്ട് നടന്ന് കാര്യങ്ങളൊക്കെ 40ഒക്കെ നടന്ന് മുഷ്താഖ് മോന് മസ്റൂറ മോളും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി കാര്യങ്ങൾ ഒക്കെ തങ്ങളി എന്തൊക്കെയോ പറയാം. അപ്പോൾ നാത്തൂനും പ്രസവിക്കുന്ന സ്റ്റേജ് 7-ാം മാസമൊക്കെ ആയി. അവളും അങ്ങ് പോയി. ഞാനിവിടെ ആയിരുന്നു. ഞാനും മസ്റൂമോളും ഉമ്മയും വാപ്പയും. അപ്പോൾ ഈ മോൻ്റെ ഉപ്പാന, അതായത് വാപ്പാൻ്റെ ഉപ്പാനെ പോലെയാണ് ഇരിക്കുന്നത്. വെളുവിളാ ചുമന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇപ്പം നല്ല, ഞാൻ ഫോട്ടോ ഒരു എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ ഈ മസ്റൂമോളും ഇവരും നല്ല സൈസുള്ള നല്ല മാഷാ അല്ലാ നല്ല, അവർ രണ്ടുപേരും അടിപൊളി സഹോദരങ്ങളെ പോലെ വളർന്ന്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ വന്ന്, അപ്പോൾ ചെറിയ സങ്കടങ്ങൾ വന്ന്. എന്നാലും ഞാൻ വിചാരിച്ച് എത്രയായാലും ഏച്ച് വെച്ചാൽ മുഴച്ചേയിരിക്കും, സ്വന്തം കുഞ്ഞിനെ പോലെ ആവില്ല. അങ്ങനെ മസ്റൂറ മോൾക്ക് മുഖത്തൊരു പറ്റൽ വെള്ള കുത്തു വന്നപ്പം വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഷ്താഖ് മോനെ മസ്റൂറ മോളും മുത്തി. അപ്പോഴും പറഞ്ഞ് ആൾ പറഞ്ഞു, എൻ്റെ മോന് ഈ തേമൽ വരും. ഞാൻ പറഞ്ഞു ഇല്ലിക്ക അങ്ങനെ വരുന്നതല്ല, ആ മുഖത്തെ പറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. ചില വീഡിയോസിൽ കണ്ടാൽ പറ്റും, അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ എന്തൊരു ഇത് ഇങ്ങോട്ട് കയറട്ടെ, എന്തൊരു ഇത് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ മുഷ്താഖ് വളർന്നു വന്നപ്പോഴത്തേക്ക് മുഷ്താഖിൻ്റെ കൂടെ ഭയങ്കര സ്നേഹം, മസ്റൂറിൻ്റെ കൂടെ സ്നേഹമില്ല. പക്ഷെ അതേസമയം നാത്തൂൻ എൻ്റെ എൻ്റെ മക്കളെ ഒരുപാട് എൻ്റെ മസ്റൂമോളെ നോക്കി കുളിപ്പിച്ച് കാര്യങ്ങൾ, അവരെ ഉടുപ്പിട്ടോണ്ടേ മസ്റൂറ നടക്കോളൂ. ഇളയ നാത്തൂനും മൂത്ത നാത്തൂനെയൊക്കെ നല്ല നോക്കി, ആ കുട്ടികളും നല്ല നോക്കി. നമ്മൾ തമ്മിൽ ഒരു ശത്രുതയും ഒരു കുട്ടി കിളിയെപ്പോലെ, അതായത് ഒരു വഴക്കോ വയ്യാവേലിയോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പറ്റാത്ത, ഞാൻ പ്രസവിച്ച് കിടക്കുകയാണ്. അതിനകത്ത് കുറച്ച് വിഷയങ്ങൾ വന്ന്. കാരണം ഞാൻ എൻ്റെ ഇക്കോയും തമ്മിൽ വഴക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ പോലും എനിക്കൊരു ദേഷ്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ല. കാരണം എന്തോ എനിക്ക് 2 പേരുടെ ഇല്ല. കാരണം ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ ഇല്ല, ആരുടെ ഇല്ല. കാരണം അവർ തന്ന മക്കൾ എൻ്റെ കയ്യിലുണ്ട്. എന്തിന് ഞാൻ അവരെ പ്രാവണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ വിധിയായി എന്ന് ഞാൻ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഉത്തരവും എനിക്കില്ല. എനിക്ക് അള്ളാഹു തന്നു, എൻ്റെ വയറിൽ ജനിച്ച മക്കൾ ഞാൻ പൊന്നുപോലെ നോക്കുന്നു. അപ്പോഴും മുഷ്താഖ് മോന് കമന്ന് വീണ് നീന്തി, അതായത് പിടിച്ച് നീന്തി. അപ്പോൾ ഈ മസ്റൂറ ഇവനെങ്ങനെ പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. വീഡിയോ കോൾ വിളിക്കുമ്പോൾ മോളൂടെ ഒരു അകൽച്ച. പക്ഷെ അന്നേ പറയണമായിരുന്നു, എന്താണ് മസ്റൂറ മോളെ പറയണമായിരുന്നു, എനിക്കിഷ്ടമല്ല എന്ന് പറയണമായിരുന്നു. മോളെ നോക്കാം, മോൾക്കൊരു ഉപ്പ ആയിട്ട് തന്നെ ഇതാക്കിയത്. പക്ഷേ വാപ്പാൻ്റെ വാപ്പുപ്പ വിളിച്ചിട്ട് അവൾ കൂടെ നടക്കുക. അതാ മസ്റൂറ മോൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വാപ്പ എവിടെ മീനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് എൻ്റെ മസ്റൂറാക്ക് കൊടുക്കുമായിരുന്നു. ആദ്യം ഇവളാണ് പൊട്ടിച്ചെല്ലാൻ നോക്കുന്നത്. അല്ലാ മാമാക്ക് എൻ്റെ കൂടെ ഒരു ഇച്ചി പോകുന്നൊരു ദേഷ്യമില്ലായിരുന്നു. പക്ഷേ എന്ത് പറ്റി എന്നറിഞ്ഞൂടാ. അപ്പോഴൊക്കെയാണ് ഈ മക്കൾ 2 പേരും, ഞാൻ വിചാരിച്ച് കുറച്ച് പ്രായമുണ്ട്, ചെറുപ്പകാലത്ത് തന്നെ ഈ 2 മക്കളും അങ്ങ് വളർന്നു പോകുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴെൻ്റെ മസ്റൂറാക്ക് ഭയങ്കര ദുഃഖം. മസ്റൂറ പിന്നെ അങ്ങോട്ട് കല്ലറോട്ട് വരൂല. മസ്റൂറ എന്തോ മസ്റൂറാക്ക് ഇവിടം വിട്ട് അവിടെ പറ്റണില്ല. അങ്ങനെ 3 വയസ്സായി, കേക്കൊക്കെ മുറിച്ച്. എന്നിട്ടാണ് ഞാൻ മുത്തുമോനെ കാര്യങ്ങൾ കേക്കൊക്കെ മുറിച്ചപ്പോഴൊക്കെ ഇത് മാമി വരെയും കാര്യങ്ങളും എല്ലാം സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ ഇതിൻ്റെ ഇടയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഭർത്താവ് ഈ ഭർത്താവിനെ കോണ്ടാക്റ്റ് ചെയ്ത് ചെറിയ ഇഷ്യൂകൾ ആയി. ഞാനിതൊന്നും അറിയുന്നില്ല എന്താണെന്ന്, നമ്മൾ സംസാരിച്ചിട്ട് നോക്കിയിട്ടും അറിയുന്നില്ല. കാരണം നമ്മളെല്ലാം ഇടപാടുകളും എല്ലാം തീർത്തതാണ്.
അതിൽ വന്ന വൺ ട്രാജഡിയാണ് ജീവിതത്തിൻ്റെ വൺ ഫോൾട്ട്. പിന്നെ എൻ്റെ ഇക്കാക്ക് ചിന്തിക്കാമായിരുന്നു, ആ ഭർത്താവിന് ചിന്തിക്കാമായിരുന്നു. മസ്റൂറ മോള് ആദ്യമേ എടുക്കുമ്പോഴേ, പിന്നെ മസ്റൂറ മോളെ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴേ തോന്നി ജീവിതം വേണ്ടായിരുന്നു എന്ന്. കല്യാണത്തിൻ്റെ അന്ന് രാത്രി തന്നെ തോന്നി വേണ്ടായിരുന്നു എന്ന്. ഞാൻ റബ്ബിനോട് കരഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോലും ഞാൻ പറഞ്ഞില്ല. അപ്പോഴും മസ്റൂറ മോളും മുത്തുമോനും അങ്ങനെ വളർന്ന് വന്ന് ഇവർ തമ്മിൽ മസ്റൂറ മോള് പൊന്നോലെ മുത്തുമോനെ നോക്കുമായിരുന്നു. അന്നും നോക്കും, ഇന്നും നോക്കും. എനിക്കെൻ്റെ മക്കൾ സഹോദരങ്ങളാണ്. പക്ഷേ പല കാര്യത്തിലും എൻ്റെ മസ്റൂറ മോളെ അകത്തി നിർത്തിയപ്പം എനിക്ക് സങ്കടമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി എത്ര പറഞ്ഞാലും പകരം വയ്ക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം. ഞാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു തരാൻ ആർക്കും പറ്റൂല. ഞാൻ അനുഭവിച്ച വേദന ഒരു 10 സ്ത്രീകൾക്ക് മാതൃകയാവുമെങ്കിൽ അൽഹംദുലില്ലാ അത് റാഹത്താണ്. അപ്പോഴും കാറുണ്ട്, കാറിൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. CC അടയ്ക്കാൻ നിവർത്തിയില്ല. എൻ്റെ ഉമ്മാൻ്റെ പേർക്കെടുത്ത വണ്ടിയാണ്. സ്വർണം പണയം വെച്ച് CC അദ്ദേഹം അടച്ച് 13-12 CC അടച്ച് സ്വർണം അങ്ങനെ പണയം. നിൽക്കപ്പറ്റില്ലാത്തൊരവസ്ഥയായിപ്പോയി എൻ്റെ ജീവിതം. മസ്റൂറ മോളെ കണ്ണീര്, മസ്റൂറ മോള് കൊന്നു കളഞ്ഞാൽ അങ്ങോട്ട് വരൂല. അതൊക്കെയാണ് ജീവിതത്തിൽ പറ്റിയത്. അപ്പോഴും രണ്ടാമത്തെ വിവാഹത്തിൽ 2 മസ്റൂറ മോളുമായി. ആദ്യത്തെ വിവാഹത്തിലെ മസ്റൂറ മോളും ഇതിൽ മുത്തുമോനും ആയി. അപ്പോൾ മുത്തുമോനിക്ക് എന്ത് പറ്റിയെന്ന് പറയാം. മുത്തുമോന് 10-ാം മാസമായപ്പം വെൻറ്റിലേറ്ററിലായൊരവസ്ഥ വന്നു പോയി, ന്യൂമോണിയ വന്ന്. അപ്പോൾ ആരാരെയും സഹായമില്ല. എൻ്റെ ഉമ്മ പെട്ടെന്ന് വന്ന് ഓക്സിജൻ്റെ അളവ് ഡോക്ടർ വിധി എഴുതി, ശ്വാസമില്ല, കുട്ടിക്ക് ഓക്സിജൻ കുറഞ്ഞു പോയി. അതിൽ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് എൻ്റെ പടച്ചോനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ കരുണക്കടലായ റബ്ബ് മാത്രമേ എനിക്ക് അന്ന് കാവൽ നിന്നുള്ളൂ. ഞാൻ അന്നൊക്കെ വിളിക്കാത്ത റബ്ബിനെ അന്നൊക്കെ എത്ര തവണ ഞാൻ റബ്ബിനോട് പറഞ്ഞു, എൻ്റെ മോന റഹ്മാനെ. അന്നൊക്കെ ഒരുപാട് പൈസ ആയി, കാരണം മരുന്നുകൾ, ടെസ്റ്റുകൾ, കാര്യം. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ സഹോദരനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഉപ്പാൻ്റെ കൂടെ കടപ്പെട്ടിരിക്കുന്നു. അന്നൊരു മനുഷ്യരും ഇല്ലായിരുന്നു. എത്ര ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. അപ്പോഴും രണ്ടാമതൊരു വിവാഹം അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുമ്പോഴും രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ആദ്യത്തേൽ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റൊക്കെ എഴുതി സൈൻ ചെയ്ത് എന്നിട്ടേ ഒരു വിവാഹത്തിലോട്ട് പോവാവും. കാരണം പിന്നെ അനുഭവിക്കുന്നത് മക്കളും അതിൻ്റെ പേരിൽ നമ്മൾ കുത്തുവാക്കുകളുമാണ്. അതുകൊണ്ട് മസ്റൂറ മോൾക്ക് പറ്റിയ വൻ ദുഃഖത്തിൻ്റെ ഒരൊറ്റ കാരണം അവിടെ നിന്ന് കുറിക്കുകയാണ്. ഒറ്റപ്പെടലിൻ്റെ വേദന. ഉമ്മാക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല, എനിക്ക് അധികം. എൻ്റെ മനസ്സാകെ വിമ്മിപ്പൊട്ടി. എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കാലശേഷം കഴിയുമ്പോൾ എന്നെ ആര് നോക്കും എന്നൊരിതായിരുന്നു. അപ്പം അൽഹംദുലില്ലാ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യം പറഞ്ഞു, ഈ മക്കളുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായി ജീവിക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് മുത്തുമോനും മസ്റുമോളും ആയി. മുത്തുമോൻ എണീച്ചൊക്കെ ഇരിക്കുന്ന സമയവും പിടിച്ചെണീക്കുന്ന സമയമൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാ പറയാം, എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. പിന്നെ ഇതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യമോ ഒന്നുമില്ല. ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു ദുഃഖം വരാതിരിക്കട്ടെ. മക്കളെ ചൊല്ലിയിട്ട് ഒരു ബന്ധങ്ങളും വേർപെടാം. ഒരു കുട്ടിക്ക് വാപ്പായിട്ട് എടുത്തു, അപ്പോൾ 2 കുട്ടികളായി. അവിടം വരെ നിൽക്കട്ടെ ജീവിത കഥ. പിന്നെ എൻ്റെ മസ്റുമോള് ലാസ്റ്റും പറയുന്നു, ഒരൊറ്റ ഒരാളിനെ ഉപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ, എൻ്റെ ഷംസൂനെ മാത്രം. പിന്നെ എൻ്റെ വാപ്പ ഒരാളിനെ, എൻ്റെ വാപ്പ പറഞ്ഞില്ലേ, നിങ്ങൾ പലരും പലതും പറഞ്ഞില്ലേ, അത് ഒരൊറ്റ കാര്യമാണ്. എൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്, ഞാനറിയാതെ എൻ്റെ മകൾക്ക് മാപ്പിള തിരക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. എൻ്റെ ഉപ്പാക്ക് അങ്ങനെ ഒരു വിധി വന്നു പോയി, എനിക്ക് അള്ളാഹു തന്നു. അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും എനിക്കൊരു സങ്കടങ്ങളും ഇല്ല. അതുകൊണ്ട് ഞാനും മക്കളും റബ്ബിനെ മാത്രമേ സങ്കടത്തിൽ മുറുകെ പിടിച്ചോളൂ. ഞാനും മക്കളും അൽഹംദുലില്ലാ റാഹത്താണ്. എനിക്കിപ്പോൾ എല്ലാം കൊണ്ടും റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ഞാനും അടിപൊളി, എൻ്റെ ഉമ്മായും വാപ്പായും എല്ലാം അൽഹംദുലില്ലാ സന്തോഷമാണ്. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ വീടിന് വേണ്ടി സഹായിച്ച ഇക്കാമാരും എൻ്റെ കൂടെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അൽഹംദുലില്ലാ ഈ ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. അപ്പോഴും മുത്തുമോനും ലൈഫ് സ്റ്റോറി അറിയണം എന്ന് പറഞ്ഞവർക്ക് എന്നായാലും നമ്മൾ പറയണം. നമ്മളെ നാട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ.
അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ ദാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകണം. നാട്ടിൽ 2 മണിയായി. എനിക്കിനി പള്ളിക്ക് പോകണം, പാരിപ്പള്ളിയിൽ പോകണം. മക്കൾക്ക് പരിപാടിയാണ് നാളെ. അല്ല പന്നികൾ ദോ ഓടിപ്പോണ്. കണ്ട മക്കളെ നിങ്ങൾ കാണുന്നില്ലേ? അല്ല ഭയങ്കര ശല്യം. അതുകൊണ്ട് സൂക്ഷിച്ചേ പോകാൻ പറ്റും. ഉമ്മ ഇന്നലെയും പറഞ്ഞു മോളെ നോക്കി നടന്ന് വരണേന്ന്. പണി കഴിഞ്ഞിട്ട് ആളിൻ്റെ അനക്കം തട്ടുമ്പോൾ ഇത് കൂടെ ഓടും. കാരണം ചൂട് കാരണം കിടക്കാൻ വയ്യ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ട്രാജഡികൾ. അതുകൊണ്ട് എനിക്ക് ഇത് നിങ്ങളുടെ അടുത്ത് പറയണോണ്ട് എൻ്റെ മക്കൾക്കൊരു ഭാവിക്ക് ബാധിക്കുകയും ഒന്നുമില്ല. കാരണം ഞാൻ അനുഭവിച്ച വേദന. അപ്പോൾ 2 മക്കളും ഞാനും ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിലൂടെ വരും. കാണാം. അസ്സലാമു അലൈക്കും. ദുആയിൽ ഉൾപ്പെടുത്തണം.